നമസ്കാരം. ഞാൻ ജേക്കബ് ജോജിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11ാം ക്ലാസ്സിൽ, അതായത് +1 അഡ്മിഷൻ എല്ലാം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ ഔദ്യോഗികമായിട്ട് ക്ലാസ് നവംബർ 2, അതായത് നാളെ മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിക്ടേഴ്സ് ചാനലിലാണ്, കൈറ്റ് വിക്ടേഴ്സ് ചാനലിലാണ് സർക്കാരിൻ്റെ ക്ലാസ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജേക്കബ് ജോജിൻസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. യൂട്യൂബ് ചാനലിലൂടെ ഇപ്പം നിലവിൽ ഹയർ സെക്കൻഡറി 12ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ നിന്നുള്ള ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ +1 ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് കാണാനായി പറ്റുകയും ചെയ്യും. ക്ലാസ്സുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മുഖേനയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ മറ്റ് സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാനും പഠിക്കുവാനും സാധിക്കും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം നമ്മളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം 6 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ 6 യൂണിറ്റിലും 3 അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ആ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സാണുള്ളത്. ഒരു പോയം വരും, അതുപോലെ ഒരു സ്റ്റോറി വരും, പിന്നെ ചിലപ്പോൾ ഒരു സ്പീച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി പോലെ, ഓട്ടോബയോഗ്രഫി പോലെ എന്തെങ്കിലും ഒന്നായിരിക്കും, ചിലപ്പോൾ ഒരു എസ്സേ ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. 4 ചാപ്റ്റേഴ്സാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിലുള്ളത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, ഈഫ്. ഇതിൽ ഈഫ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. അത് ആൻഡ് ദെൻ ഗാന്ധി കെയിം, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഡെത്ത് ദ ലെവലർ. ഇതിൽ ഡെത്ത് ദ ലെവലർ ഒരു പോയമാണ്. മിക്കവാറും എല്ലാ യൂണിറ്റിലും ഒരു പോയം നിർബന്ധമായിട്ടുണ്ടാകും. ഇനി നമുക്ക് വി ക്യാൻ മൂവ് ടു തേർഡ് യൂണിറ്റ്. The name of the third unit is Beyond the Horizon. This unit comprises 3 chapters. Sunrise on the Hills, it is a poem. Then second chapter, The Trip of Lehola. Then third one is The Sacred Turtles of Kandaf. Then fourth unit, the name of fourth unit is Braving the Hazards. Okay, this unit has 3 chapters. First one, disasters and disaster management in India, the Wreck of Ranagaji, the Wreck of the Titanic. Here also the Wreck of the Titanic is a poem. Then fifth unit, the title of the fifth unit is Harmony of Life. This unit comprises 3 chapters. As usual, first one, Gooseberries. Second one, To Sleep, it's a poem. Then last one, Going Out for a Walk. Then the last unit, the name of the last unit is Leaps and Bounds. This unit comprises 3 chapters. First one is The Cyberspace, Is Society Dead, Conceptual Fruit. ഈ ഒരു യൂണിറ്റിൽ മാത്രം പോയമില്ല. ആദ്യത്തെ 5 യൂണിറ്റിൽ നമുക്ക് ഓരോ പോയം കാണുവാനായി പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റ് തന്നെയാണ്.
ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. എന്താണ് ഗ്ലിംസസ് എന്ന പദത്തിൻ്റെ അർത്ഥം? ഒരു എക്യുപ് ലുക്ക്, വളരെ പെട്ടെന്നുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു എത്തിനോട്ടം. ഇനി വളരെ പെട്ടെന്ന് നമ്മളൊന്ന് മറിച്ചു നോക്കുക, അതിനെയാണ് നമ്മൾ ഗ്ലിംസസ് എന്ന് പറയുന്നത്. ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഈ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഈ 3 ചാപ്റ്റേഴ്സിലും, ഇവിടെ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്, ഈ 4 ചാപ്റ്റേഴ്സും നമ്മൾ മറിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 4 വ്യത്യസ്ത മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഓരോ ചാപ്റ്റേഴ്സും. അതുകൊണ്ടാണ് ഈ യൂണിറ്റിന് ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്നത്. അതായത് മഹത്വവൽക്കരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്നു. അത്തരം എത്തിനോട്ടങ്ങളിൽ നിന്ന് നമുക്ക് വളരെയേറെ പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടോട് കൂടിയിട്ടാണ്. വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ഇംഗ്ലീഷ് സാഹിത്യകാരനും കൂടിയായിരുന്നു. ഒരു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന വ്യക്തി ആദ്യമായിട്ട് സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് വാങ്ങുന്നത് വിൻസ്റ്റൺ ചർച്ചിലിലൂടെയാണ്. അപ്പം ആ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ കോട്ട്? നമുക്ക് നോക്കാം. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, അതായത് ഒരു ജയം ഒരിക്കലും ഒരവസാനമല്ല. നമ്മൾ ഒരിക്കൽ ജയിച്ചു എന്ന് കരുതി അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കരുത്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ. എന്താണ് ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫേറ്റൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ബ്രിങ്ങിങ് റൂയിൻ, ഡെത്ത്, അല്ലെങ്കിൽ നശിപ്പിക്കുക, നശിച്ചു പോവുക എന്നുള്ളതാണ്. അതിൽ ഒരിക്കൽ നിങ്ങൾ തോറ്റു എന്ന് കരുതി ഒരിക്കലും പിന്മാറേണ്ട കാര്യമില്ല. അതൊരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല. സക്സസും ഫെയിലിയറും ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല. സക്സസും ഫെയിലിയറും ഒരു തുടക്കമായിട്ട് കാണുകയാണ് വിജയികളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ കോട്ടിൻ്റെ ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. അതായത് ജയിച്ചാലും തോറ്റാലും തുടർന്നും നമ്മുടെ പ്രയത്നം നടത്തിക്കൊണ്ടു പോകാനുള്ള നമ്മുടെ ആ ആത്മധൈര്യം, അതിനെയാണ് പ്രശംസിക്കേണ്ടത് എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്. അതായത് ഒരിക്കൽ ജയിച്ചു എന്ന് കരുതി നിങ്ങൾ അടങ്ങിയിരിക്കരുത്, ഒരിക്കൽ തോറ്റു എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ ഉത്സാഹം നിങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ മാത്രമേ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ എന്നുള്ള വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് ഈ ഒരു കോട്ടിലൂടെ വിൻസ്റ്റൺ ചർച്ചിൽ നമുക്ക് നൽകുന്നത്. അതായത് ഈ ഇംഗ്ലീഷിൻ്റെ, അതായത് +1 തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെല്ലാവർക്കും അവരുടെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റിയ ഒരു മികച്ച കോട്ട് തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ക്ലാസ് ടെസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഫസ്റ്റ് ആയേക്കാം എന്ന് കരുതി ആദ്യത്തെ ക്ലാസ് ഫസ്റ്റിൽ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ആദ്യത്തെ തോൽവിയിൽ നിങ്ങൾ നിരാശപ്പെടുകയോ ചെയ്യേണ്ട. നിങ്ങളുടെ ആ പ്രയത്നം നിങ്ങൾ തുടർന്നുകൊണ്ട് പോയെങ്കിൽ മാത്രമേ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകൂ എന്ന മഹത്തരമായ ഒരു സന്ദേശമാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ ഒരു കോട്ടിലൂടെ നമുക്ക് നൽകുന്നത്. ഇനി എബൌട്ട് ദ യൂണിറ്റ് എന്ന് പറഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അതായത് ഈ യൂണിറ്റിനെ കുറിച്ച് ഈ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയ ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ്. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ്. സക്സസ് എന്ന് പറയുന്നത് വിജയം എന്ന് പറയുന്നത് പെർസിവറൻസ് എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു വാക്കാണ്. സ്ഥിരോത്സാഹം എന്ന് പറയുന്ന പോലെ നമുക്കൊക്കെ ഉത്സാഹമുണ്ട്, പക്ഷെ സ്ഥിരോത്സാഹം അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട്, നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അപ്പം ആ ഒരു സ്ഥിരോത്സാഹത്തിൻ്റെ പരിണിത ഫലമാണ് വിജയം എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. The great achievements of others can inspire us, and we in turn can be an inspiration to many. The great achievements of
അതേഴ്സ്. മറ്റുള്ളവരുടെ വലിയ നേട്ടങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറണം. അത് എല്ലാ ആളുകളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ മറ്റുള്ള വലിയ വലിയ ആളുകളുടെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറക്കും. നമ്മളുടെ ജീവിതം ഒരു മാതൃകയാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആക്കാനോ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. പക്ഷെ അങ്ങനെ ശ്രമിക്കണം എന്നാണ് ശ്രമിക്കണം അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ദ ഗ്ലിംപ്സസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. The first unit of this textbook, Glimpses of Greatness, highlights the personality traits of some great people. അതായത് ഇവിടെ പറയുന്നത് ഈ ആദ്യത്തെ യൂണിറ്റിൽ ചില വലിയ ആളുകളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അവരുടെ വ്യക്തി ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. It throws light on the qualities that are to be developed so as to become successful in life. ചില ക്വാളിറ്റീസ് ഉണ്ട്. നമുക്കെല്ലാം ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. നമുക്കെല്ലാം പാട്ടുപാടാൻ കഴിവുള്ളവരുണ്ടാവും, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ നല്ല ഡ്രൈവിംഗ് സ്കില്ലുള്ളവരുണ്ടാവും, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടാവും, ഓർമ്മയിൽ കാര്യങ്ങൾ നിലനിർത്താൻ കഴിവുള്ളവരുണ്ടാവും, മനോഹരമായിട്ട് എഴുതാൻ കഴിവുള്ളവരുണ്ടാവാം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും, ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവർ, അങ്ങനെ ധാരാളം ക്വാളിറ്റീസ് ഉണ്ട്. ഈ ധാരാളം ക്വാളിറ്റീസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ സക്സസ് വിൽ ബി അവേഴ്സ്. വിജയം നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്നാണ് പറയുന്നത്. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൺ. ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് എ റിയൽ ഇൻസിഡൻറ്റ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ഒരു ചെറിയ വിവരണത്തെയാണ് അനഡോട്ട് എന്ന് പറയുന്നത്. എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് യൂണിറ്റ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റ് ബുക്കും ആരംഭിക്കുന്നത്. ഇറ്റ് ഈസ് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. A story by Liam O'Flaherty, His First Flight, a speech by Dr. APJ Abdul Kalam, I Will Fly, a profile of Stephen Hawking, Quest for a Theory of Everything, and a poem by Rudyard Kipling, If. ഇതൊക്കെ ആദ്യത്തെ യൂണിറ്റിലുള്ള പോയംസ്, ആദ്യത്തെ യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സാണ്. നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ ഒന്നുകൂടി അത് പറയുകയാണ്. നമ്മളിത് വായിച്ചു പോവുകയാണല്ലോ, അതോടൊപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തും കൂടി പോകുമ്പോൾ. It aims at equipping the learners to face the challenges of life with courage, confidence and perseverance and to become unique in their own ways. അതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എയിംസ് അറ്റ് എക്വിപ്പിംഗ് ദ ലേണേഴ്സ്, അതായത് ലേണേഴ്സ് പഠിക്കുന്നയാൾ, പഠിതാക്കൾ എന്ത് ചെയ്യുകയാണ്? ലേണേഴ്സ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പരിശീലിപ്പിക്കുകയാണ്. വിത്ത് കറേജ്, ധൈര്യത്തോടു കൂടി, കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടി, ആൻഡ് പെർസിവറൻസ്, സ്ഥിരോത്സാഹത്തോടു കൂടി, ആൻഡ് ടു ബിക്കം യുണീക്ക് ഇൻ ദെയർ ഓൺ വേ, വെറുതെ എല്ലാവരെയും പോലെ ആയിട്ട് കാര്യമില്ല. ആൻഡ് ടു ബിക്കം യുണീക്ക് ഇൻ യുവർ ഓൺ വേ, നിങ്ങളുടേതായ രീതിയിൽ വ്യത്യസ്തരായിരിക്കണം നിങ്ങൾ. വൈൽ ഡൂയിങ് സോ ദേ മസ്റ്റ് അപ്ഹോൾഡ് ദ വാല്യൂസ് ഓഫ് ലൈഫ്. അങ്ങനെ ചെയ്യുക മാത്രം പോരാ, ജീവിതത്തിലെ മൂല്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. The unit also aims at building confidence in learners to use English effectively and to help them acquire a strong linguistic foundation that will improve their application of the language in other contexts. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം, നിങ്ങളുടെ ലാംഗ്വേജ് കമ്പീറ്റൻസി കൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു യൂണിറ്റ് നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ കരുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് ബിഗിൻ. ഇവിടെ വീണ്ടും ഒരു കോട്ട് കൂടി വരികയാണ്. അത് സം ആർ ബോൺ ഗ്രേറ്റ്. ചില ആളുകൾ ജനിക്കുമ്പോഴേ തന്നെ വളരെ വലിയ വ്യക്തികളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൽ ധാരാളം കഴിവുകളുണ്ടാവും. പ്രത്യേകിച്ച് അവർ കഴിവൊന്നും ആർജിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ഉള്ളിൽ കഴിവുണ്ടാവും. അത് അവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയ 2, 3 വയസ്സ് 4 വയസ്സായുള്ള കുട്ടികളൊക്കെ മനോഹരമായിട്ട് പാടുന്നു. അതിൻ്റെ അർത്ഥം ദേ ഹാവ് ഇൻബോൺ ടാലൻസ്. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ആ കഴിവുണ്ട്, അവരത് ഓട്ടോമാറ്റിക്കലി പ്രകടമാക്കും. പിന്നെ രണ്ടാമത്തെ ആളുകൾ, സം അച്ചീവ് ഗ്രേറ്റ്നസ്. ചില ആളുകൾ അവരുടെ പ്രയത്നം കൊണ്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന ആളുകളാണ്.
അതായത് അവരുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് അവർ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നവരാണ്. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചില ആളുകളുടെ നേട്ടങ്ങൾ എങ്ങനെയാണ്? മറ്റുള്ളവർ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക. ടു ഫോഴ്സ് ഓർ ഇമ്പോസ് സംതിങ് അപ്പോൺ സമ്മൺ. ഇതാണ് അതിൻ്റെ ടു ഫോഴ്സ് ഓർ ഇമ്പോസ് സംതിങ് അപ്പോൺ സമ്മൺ. ചില വ്യക്തികളിൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, അതിനാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ചില ആളുകളിൽ നേട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ പ്രയത്നഫലമായിട്ട് താൻ വലിയ ആളുകളായി മാറുക, അങ്ങനെയുള്ള ആളുകൾ. അപ്പം 3 രീതിയിലാണ് നമ്മുടെ നേട്ടങ്ങൾ നമ്മളെ തേടി വരുന്നത്. ഒന്ന് സം ആർ ബോൺ ഗ്രേറ്റ്, അതായത് ഇൻബോൺ ടാലൻസോടുകൂടി ജനിക്കുന്ന ആളുകൾ. സം അച്ചീവ് ഗ്രേറ്റ്നെസ് ത്രൂ ദെയർ ലൈഫ്. ചിലർ അവരുടെ ജീവിതത്തിൽ അവരുടെ എഫേർട്ടിലൂടെ അവർ വലിയ ആളുകളായി മാറും. ചിലർ സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. മറ്റുള്ളവർ അവരിൽ കുറേ നേട്ടങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കും. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണുള്ളത്. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ 12th നൈറ്റ് എന്ന് പറയുന്ന ഡ്രാമയിലുള്ള ഒരു കോട്ടാണ്. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഈസ് ഗ്രേറ്റ്നെസ് ആൻഡ് ഇന്നേറ്റ് ട്രേറ്റ്? ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ജന്മന നമുക്ക് ലഭിക്കുന്ന ഒന്നാണോ? ഈസ് ഇറ്റ് അക്വേർഡ് ബൈ ദ സക്സസ്ഫുൾ ഓർ ത്രസ്റ്റ് അപ്പോൺ ദം? ഈസ് ഇറ്റ് അക്വേർഡ്? ഇത് നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നതാണോ അതെയോ നിങ്ങളിൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതാണോ എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻബോണായിട്ട് ലഭിച്ചിട്ടുള്ളവയാണോ, അതെയോ നിങ്ങൾ സ്വയം നേടിയെടുത്തിട്ടുള്ളവയാണോ, അതെയോ മറ്റുള്ളവരുടെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളവയാണോ? ഒരു ആത്മപരിശോധന നിങ്ങളിവിടെ നടത്തുന്നത് നല്ലതായിരിക്കും. ഈ ആത്മപരിശോധന നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? എന്തെല്ലാം ക്വാളിറ്റീസാണ് ആളുകളെ മഹത്വവൽക്കരിക്കപ്പെടുന്ന വ്യക്തികളാക്കി മാറ്റുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വൃത്തവും ആ വൃത്തത്തിന് ചുറ്റും ഒരു 6 റെക്റ്റാങ്കിൾസും കൊടുത്തിട്ടുണ്ട്. നടുഭാഗത്തുള്ള വൃത്തത്തിൽ ഗ്രേറ്റ്നെസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ചുറ്റും വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? ആളുകളെ വലിയവരാക്കുന്ന ക്വാളിറ്റീസ് എന്തെല്ലാമാണ് എന്ന് എഴുതുക. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. ഹാർഡ് വർക്ക്, ഓഫ് കോഴ്സ് ഹാർഡ് വർക്ക് നമ്മളെ വലിയൊരു വ്യക്തിയാക്കും. അതുപോലെ തന്നെ പെർസിവറൻസ്, നമ്മുടെ സ്ഥിരോത്സാഹം, കൺസിസ്റ്റൻറ്റ് എഫേർട്ട്, അത് നമ്മളെ ഉറപ്പായിട്ടും വലിയൊരു വ്യക്തിയാക്കി മാറ്റും. അതുപോലെ തന്നെ ഓണസ്റ്റി, നമ്മുടെ സത്യസന്ധത, അതും നമ്മളെ വലിയൊരു വ്യക്തിയാക്കി മാറ്റും. പിന്നെ നമ്മുടെ സിമ്പതി ടു അതേഴ്സ്, ലവ്, അങ്ങനെ നിങ്ങൾക്ക് ധാരാളം ക്വാളിറ്റീസ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഏതെല്ലാം ക്വാളിറ്റീസാണ് നമ്മളെ വലിയവരാക്കി മാറ്റുന്നത്. അപ്പോൾ അത്തരം ക്വാളിറ്റീസ് എല്ലാം അവിടെ എഴുതാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല അത്തരം ക്വാളിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. വി സ്ട്രൈവ് ടു റീച്ച് ഹെയ്റ്റ്സ്, അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് സീംസ് ഡിഫിക്കൾട്ട്. സോ വി സ്ട്രൈവ് ടു റീച്ച് ഹെയ്റ്റ്സ്, നമുക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ വളരെയേറെ ഉണ്ട്. അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും വലിയ ഉയരങ്ങളിലേക്ക് എത്താനും നമുക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് സീംസ് ഡിഫിക്കൾട്ട്, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വളരെ എളുപ്പത്തിൽ ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് തെളിയുന്ന അത്രയും ലാഘവത്തോടെ നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയവനാകാനായിട്ട് സാധിക്കില്ല. അതിന് അതിൻ്റേതായ വലിയ തോതിലുള്ള എഫേർട്ട് ആവശ്യമുണ്ട്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ. അതായത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കോപ്പി എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്കൂൾ ആനിവേഴ്സറിയുടെ ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റേജിലേക്ക് ഒരു കുട്ടിയെ ടീച്ചർ ഇങ്ങനെ ഉന്തി തള്ളി വിടുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു 3ാമത്തെ കൂട്ടം ആളുകളാണത്. അതായത് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം, അതായത് ആ ടീച്ചർ അവനിലേക്ക് ഗ്രേറ്റ്നെസ്, അവനെ അങ്ങ് തള്ളി സ്റ്റേജിൽ കൊണ്ടുപോയി അവനെ അങ്ങ് പെർഫോം ചെയ്യിപ്പിച്ച് അവനെ വലിയൊരാളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അവിടെ അവന് ഇൻബോൺ ടാലൻസ് ഉണ്ടാവണമെന്നില്ല, അവൻ്റെ സ്വന്തമായിട്ടൊരു എഫേർട്ട് ഇല്ല.
അവൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ, ഇവിടെ അവൻ ടീച്ചറാണ് അല്ലെങ്കിൽ അവൻ്റെ മദറാവാം, മദറിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ടീച്ചറിൻ്റെ ഒരു എഫേർട്ടാണ് അവിടെ അവനെ വലിയവനാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഒരു 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ചോദ്യങ്ങൾ വായിക്കാം. വാട്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഡസ് ഇറ്റ് ഇവോക്ക് ഇൻ യു? ഇത് നിങ്ങളിൽ, ഈ ഒരു പടം, ഈ ഒരു ചിത്രം നിങ്ങളിൽ എന്ത് ചിന്തകളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഗിവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ദ പിക്ചർ. ഈ പിക്ചറിന് താഴെ മനോഹരമായൊരു ക്യാപ്ഷൻ നിങ്ങൾ എഴുതുക. ഹാവ് യു ഹാഡ് എനി സിമിലർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇഫ് സോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം, ചോദ്യങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ ഞാനൊരു ആക്ടിവിറ്റി ആയിട്ട് തരികയാണ്. നിങ്ങൾ ഈ 3 എണ്ണത്തിൻ്റെയും ആൻസേഴ്സ് എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ അത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്, നമ്മൾ എയ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആദ്യത്തെ സ്പീച്ചാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിനി വായിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, റീഡ് ആൻഡ് ഡിസ്കസ്. എബ്രഹാം ലിങ്കൺ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ സ്റ്റേറ്റ്സ്മെൻ. അതായത് അമേരിക്കയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയത്തക്ക മികച്ച ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു എബ്രഹാം ലിങ്കൺ. ഹീ ഈസ് നോൺ ഫോർ ഹിസ് സെലിബ്രേറ്റഡ് സ്പീച്ചസ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ സ്പീച്ചുകളുടെ പേരിലാണ്. അതായത് സെലിബ്രേറ്റഡ് സ്പീച്ചസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് എല്ലാം വളരെ മനോഹരമായിരുന്നു, അത് കേൾക്കാൻ വളരെ ഇമ്പമുള്ളതായിരുന്നു, അതിൽ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിസ് സ്പീച്ചസ് ആർ ഓൾ സെലിബ്രേറ്റഡ് ബൈ എവ്രി വൺ. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് ആസ് എ ലിറ്റിൽ ബോയ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച് നടത്തിയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ഫസ്റ്റ് സ്പീച്ച് എന്നായിരുന്നു? നിങ്ങളതെങ്ങനെ തരണം ചെയ്തു? അത് വിജയിച്ചോ അതെയോ പരാജയപ്പെട്ടോ? നിങ്ങളതിനെ ചിന്തിച്ചു നോക്കുക. ഓക്കെ, എന്തായാലും ഇവിടെ എബ്രഹാം ലിങ്കണിലെ ആദ്യത്തെ സ്പീച്ച് വിജയിച്ചോ അതെയോ പരാജയപ്പെട്ടോ എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ആ കഥയൊന്ന് നമുക്ക് വായിച്ചു നോക്കാം, ശരിയല്ലേ? ഓക്കെ, എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്. Abe made his first speech. ഇവിടെ ABE എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് Abe. Abe. Okay. Can you get me? It is Abe. Okay. Abe made his first speech when he was a boy. ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് അവൻ്റെ ആദ്യത്തെ സ്പീച്ച് നടത്തിയത്. ഗോയിങ് barefoot. കാലിൽ ചെരുപ്പൊന്നുമില്ല, നഗ്നപാതനായിട്ടാണ് അവൻ സഞ്ചരിക്കുന്നത്. His trousers held up by one suspender. അവൻ്റെ ട്രൗസേഴ്സ്, അതായത് വള്ളി നിക്കർ, അതിനും ഒരു വള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ഈസ് ഹെൽഡ് ബൈ വൺ സസ്പെൻഡർ. ഒരു വള്ളിയിൽ അത് തൂങ്ങിക്കിടക്കുകയാണ്. ആൻഡ് ഈ ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അതായത് ഉണങ്ങിയ കച്ചികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തൊപ്പിയായിരുന്നു അവൻ തലയിൽ വെച്ചിരുന്നത്. അവൻ്റെ മുടിയൊന്നും വെട്ടിയിരുന്നില്ല. ആ കച്ചി തൊപ്പിക്ക് ചില തുളകളുണ്ടായിരുന്നു. ആ തുളകളിലൂടെ അവൻ്റെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ, ആ തുളയിലൂടെ അവൻ്റെ മുടി നമുക്ക് പുറത്ത് കാണാമായിരുന്നു. അത് അവൻ്റെ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏബ് ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെനിസ് ഹാങ്സ്. ഡെനിസ് ഹാങ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്താണ് റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്? ലിങ്കൺ ഹാസ് ഓഫൻ ബീൻ പോർട്രേറ്റ് ആസ് എ റെയിൽ സ്പ്ലിറ്റർ wielding a heavy axe and splitting logs to make rail fences. അതായത് പണ്ടുകാലത്ത് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ തടി വെട്ടിപ്പൊട്ടിച്ച് അല്ലെങ്കിൽ കോടാലി ഉപയോഗിച്ച് കൊത്തിക്കീറി ചെറിയ വേലികൾ ഉണ്ടാക്കുമായിരുന്നു, ഫെൻസ് ഉണ്ടാക്കുമായിരുന്നു. അതായത് ട്രെയിൻ പോകുമ്പോൾ മറ്റ് ജീവികളോ മനുഷ്യരോ ഒന്നും റെയിൽവേ ട്രാക്കിലേക്ക് പോകരുത്. അത് അവരുടെ ജീവിതത്തിന് അവസാനം. നമ്മുടെ ഇപ്പോഴും ഇവിടെയും റെയിൽവേ ട്രാക്കിന് ചുറ്റും, റെയിൽവേ ട്രാക്കിൻ്റെ 2 സൈഡിലും പല സ്ഥലങ്ങളിലും ഫെൻസസ് ഉണ്ട്. അത്തരം ഫെൻസസ് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഡെനിസ് ഹാങ്സും. One day, both of them, Abe and Dennis Hanks, attended a political meeting. ഒരു രാഷ്ട്രീയ പ്രോഗ്രാം അവർ അറ്റൻഡ് ചെയ്യാനിടയായി.
which was addressed by a typical stump speaker, which was addressed, thus that political meeting was addressed by a typical stump speaker. എന്താണ് stump speaker എന്ന് പറഞ്ഞാൽ? A stump speech was a speech addressed to the general public during a political or social campaign where political candidates stood upon tree stumps to deliver a speech. The custom in 19th century America. 19ാം സെഞ്ചുറി അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു അത്. അതായത് ഒരു ജനറൽ പബ്ലിക്കിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ട്രീ സ്റ്റംപ്സിന് മുകളിൽ കയറി നിന്നാണ് അഡ്രസ്സ് ചെയ്തിരുന്നത്. അതായത് മരക്കുറ്റികൾ കൊണ്ട് ഉണ്ടാക്കിയ, അതായത് മരക്കുറ്റികളാണ് നമ്മൾ ട്രീ സ്റ്റംപ്സ് എന്ന് പറയുന്നത്. വളരെ ഉയരത്തിലുണ്ടാക്കിയ മരക്കുറ്റികൾക്ക് മുകളിൽ കയറി നിന്ന് അവർ സംസാരിക്കും. അതിൽ ഇപ്പോഴും നമ്മൾ ഈ കവല പ്രസംഗങ്ങളൊക്കെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റേജ് ഇട്ടിരിക്കുന്ന കാണാം. അതായത് എന്തിനാണ്? അതായത് പ്രസംഗിക്കുന്ന ആളിനെ കാഴ്ചക്കാരന്, അതായത് കേൾവിക്കാരന് കാണാൻ പറ്റണം. അതുപോലെ പ്രസംഗിക്കുന്നവന് തന്നെ ആരൊക്കെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് കാണാൻ പറ്റണം. ആ ഒരു ഉയരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രീ സ്റ്റംപ്സ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അത്തരം ട്രീ സ്റ്റംപിൻ്റെ മുകളിൽ കയറി നിന്ന് സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്പീക്കറിനെ കേൾക്കാനായിട്ട് എയ്ബും എബ്രഹാം ലിങ്കണും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഡെനിസ് ഹാങ്സും പോവുകയാണ്. ഓക്കെ, one of those loud-voiced fellows who shouted at the top of his voice and waved his arms widely. അദ്ദേഹത്തിൻ്റെ വളരെ ഉച്ചത്തിൽ കൈകളെല്ലാം വീശി ഈ പൊളിറ്റിക്കൽ സ്പീക്കർ സംസാരിക്കുകയാണ്. At the conclusion of his speech, which did not meet the views either of Abe or Dennis. സോ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ അവസാനം അല്ലെങ്കിൽ അവസാനിച്ചപ്പോൾ ഏബിൻ്റെയും ഡെന്നിസിൻ്റെയും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ആ സ്പീച്ചിൽ ഉണ്ടായിരുന്നില്ല. They later declared that Abe could make a better speech than that. സോ ഇവിടെ ഡെന്നിസ് ഹാങ്ക് ഒരു പ്രഖ്യാപനം നടത്തിയാണ് എബ്രഹാം ലിങ്കൺ അതിലും മികച്ച ഒരു സ്പീച്ച് നടത്തും എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എബ്രഹാം ലിങ്കൻ്റെയും ഡെന്നിസ് ഹാങ്കിൻ്റെയും ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളോട് ഒത്തുപോകുന്ന ഒരു പ്രസംഗമായിരുന്നില്ല അവിടെ ആ പൊളിറ്റിക്കൽ സ്റ്റംപ് സ്പീക്കർ നടത്തിയത്. Whereupon he got a dry goods box and called on Abe to reply to the campaign orator. സോ ഒരു ഉണങ്ങിയ മരപ്പെട്ടി, അതായത് ഒരുപക്ഷെ സാധനങ്ങളൊക്കെ കടയിലേക്ക് കൊണ്ടുവരുന്ന, നമ്മൾ ഈ തക്കാളിയൊക്കെ കൊണ്ടുവരുന്ന പെട്ടി കണ്ടിട്ടുണ്ടല്ലോ, മരപ്പെട്ടി, ആപ്പിളൊക്കെ കൊണ്ടുവരുന്ന മരപ്പെട്ടി, അത്തരം ഒരു പെട്ടി കമത്തിയിടുകയും ആ പെട്ടിയുടെ മുകളിൽ കയറി നിന്ന് എബ്രഹാം ലിങ്കണോട് സംസാരിക്കാൻ ഡെന്നിസ് ഹാങ്സ് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ലിറ്റിൽ ഏബ് threw his old straw hat on the ground. ലിറ്റിൽ ഏബ്, എബ്രഹാം ലിങ്കൺ ചാടി ആ മരപ്പെട്ടിയിൽ കയറി എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ആ കീറിപ്പറിഞ്ഞ ആ സ്ട്രോ ഹാറ്റ് എടുത്തൊരു ഏറ് കൊടുത്തു ഗ്രൗണ്ടിലേക്ക്. അതായത് കാണികളുടെ നേരെ അവനത് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്, അതിനുശേഷം അവൻ ആ മരപ്പെട്ടിയിലേക്ക് ചാടിക്കയറി. മൗണ്ടിങ് മീൻസ് ക്ലൈംബിങ്, ചാടിക്കയറി. ഡെലിവേർഡ് എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. മനോഹരമായ ഒരു പ്രസംഗം അവനവിടെ നടത്തി. ആളുകളെല്ലാം അവൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വളരെ കാംക്ഷയോടുകൂടി ഒത്തുകൂടി, അല്ലെങ്കിൽ ആളുകളുടെ അറ്റൻഷൻ മുഴുവൻ അവനിലേക്ക് വലിച്ചടിപ്പിച്ചു അവൻ്റെ ആദ്യത്തെ സ്പീച്ചിലൂടെ തന്നെ. ആൻഡ് വൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്. ആളുകളെല്ലാം അവൻ്റെ സ്പീച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ വളരെ ശക്തമായ കയ്യടികളോടെ എബ്രഹാം ലിങ്കനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. Even the campaign orator admitted that it was a fine speech. ഇവിടെ campaign orator തന്നെ പറയുകയാണ്, it was a fine speech and answered every point in his own oration. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിയ എല്ലാ പോയിന്റിനും ഇവിടെ എബ്രഹാം ലിങ്കൺ വളരെ കൃത്യമായി മറുപടി നൽകി എന്ന് ആ campaign orator തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഡെന്നിസ് ഹാങ്സ്, who thought Abe was the greatest man who ever lived, so was delighted, and he often spoke of how young Abe got the better of the trained campaign speaker. So ഇവിടെ ഡെന്നിസ് ഹാങ്സിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, Abe was the greatest man who ever lived. എബ്രഹാം ലിങ്കണാണ് ഈ ലോകത്ത് ജീവിച്ചിരുന്നതിലും വെച്ച് ഏറ്റവും മികച്ച മനുഷ്യൻ എന്ന് പറയുന്നതിന് ഡെന്നിസ് ഹാങ്സിന് ഒരു സങ്കോചവുമില്ലായിരുന്നു. അതുമാത്രമല്ല, പലപ്പോഴും ഈ ചെറുപ്പക്കാരനായ എബ്രഹാം ലിങ്കൺ എങ്ങനെയാണ് ഈ ട്രെയിൻഡ് ഒറേറ്ററേക്കാളും മികച്ചതായി സംസാരിച്ചത് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തോടുകൂടി പറയുകയും ചെയ്യുമായിരുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച് എങ്ങനെയായിരിക്കുമെന്ന്. അതെ, ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച്
വിജയമായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ആളുകളെല്ലാം ഇദ്ദേഹത്തിനെ പ്രശംസിക്കുകയും ഇവൻ ആ ക്യാമ്പയിൻ ഒറേറ്റർ തന്നെ ഇദ്ദേഹത്തിനെ പ്രശംസിക്കുകയും ചെയ്തു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച്. ഇത് എടുത്തിരിക്കുന്നത് ഫ്രം ഏബ് ലിങ്കൺസ് അനഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് ബൈ R.D. വേർഡ്സ്വർത്ത്. R.D. വേർഡ്സ്വർത്ത് എഴുതിയ ഏബ് ലിങ്കൺസ് അനഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ബയോഗ്രഫിയിൽ നിന്നാണ് ഈ ഒരു 3 പാരഗ്രാഫ് അല്ലെങ്കിൽ 4 പാരഗ്രാഫ് നമുക്ക് വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റിൽ ചേർത്തിരിക്കുന്നത്. ഇനി തിങ്ക് ആൻഡ് റെസ്പോണ്ട് എന്ന് പറഞ്ഞ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വാട്ട് മേഡ് ലിറ്റിൽ ഏബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്? എന്താണ് ലിറ്റിൽ ഏബിനെ ആ ഡ്രൈ ഗുഡ്സ് ബോക്സിൽ കയറി നിൽക്കാനും ആ സ്പീച്ച് ഡെലിവറി ചെയ്യാനും കാരണമാക്കിയത്? 2. Do you think good dress, appearance, position in society, etc. are needed to present yourself before the public for a speech? നിങ്ങൾ കരുതുന്നുണ്ടോ നല്ല ഡ്രസ്സ്, അപ്പിയറൻസ്, അതുപോലെ തന്നെ പൊസിഷൻ ഇൻ സൊസൈറ്റി, ഇതെല്ലാം നിങ്ങളെ ഒരു പബ്ലിക് സ്പീച്ചിന് മുതിരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമോ? ഒരു പബ്ലിക് സ്പീച്ച് നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡ്രസ്സിങ്, സോഷ്യൽ സ്റ്റാറ്റസ്, അപ്പിയറൻസ് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമോ? 3ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെനിസ് സാങ്സ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് ഏബ്? സോ എബ്രഹാം ലിങ്കണിലെ ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവരുന്നതിൽ ഡെനിസ് സാങ്സ് വഹിച്ച പങ്കെന്ത്? ഡു യു തിങ്ക് ദാറ്റ് എവറിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം? എല്ലാ ആളുകളിലും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സം പീപ്പിൾ ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. ചിലർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കും. വൈൽ അതേഴ്സ് ഡു നോട്ട് ഡെയർ ടു ഷോക്കേസ് ദ ടാലൻറ്റ്സ്. മറ്റു ചിലർ അവരുടെ ടാലൻറ്റ്സ് ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അവർക്കതിനുള്ള ധൈര്യമില്ല. വാട്ട് ഡു യു തിങ്ക് ആർ ദ റീസൺസ് ഫോർ ദിസ്? ഇതിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? റൈറ്റ് ഡൗൺ യുവർ വ്യൂസ്. നിങ്ങളുടെ വ്യൂസ് ഇവിടെ എഴുതുക. അപ്പം ഞാൻ ആദ്യം 3 ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നു, ഇത് നിങ്ങളുടെ അഭിപ്രായമാണ്, അത് നിങ്ങൾ എഴുതുക. പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 4 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എനിക്ക് എഴുതി വെക്കണം. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താം. ഞാൻ എല്ലാ കമൻറ്റുകൾക്കും തന്നെ വായിച്ച് മറുപടിയോടെ അയക്കുന്നതാണ്. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ലിയാം ഓഫ് ലഹാറ്റിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതാണ്. അതുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. അതുവരെ എല്ലാവർക്കും ബൈ. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ കൂടി ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നില്ല, അപ്പോൾ എല്ലാ ആളുകൾക്കും ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ കൂടി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.